ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഐ ബട്ടണിൽ പോയിട്ട് ആ വീഡിയോസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വീക്കിലി ഓപ്ഷൻ ട്രേഡിംഗ് മെത്തേഡാണ്. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ വീക്കിലി കലണ്ടർ ട്രേഡ്സ് ആണ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രാഡിലോ സ്ട്രാങ്കിളോ പോലെയല്ല, നമ്മൾ കുറച്ചുകൂടി ഡിസ്റ്റൻസിൽ പോയിട്ട് ഒരു കലണ്ടർ സ്ട്രാങ്കിൾ സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്. സോ കലണ്ടർ എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീക്കിലി സെല്ല് ചെയ്തുകൊണ്ട് മന്ത്ലി ഹെഡ്ജുകളാണ് കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് മന്ത്ലി ഹെഡ്ജ് കൊടുക്കുക? എപ്പോഴും ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒരു ലോ വിക്സ്, അതായത് വിക്സ് വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ട്രേഡ് പുഷ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് ചെയ്തതിന് ശേഷം ഇന്ത്യ വിക്സിൽ വരുന്ന ഒരു ഹൈപ്പ് നമുക്ക് വലിയ പ്രോഫിറ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ലോ വിക്സ് സമയത്താണ്. സോ കറണ്ട് സിറ്റുവേഷൻ നമുക്കറിയാം, വിക്സ് 11നും താഴെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വിക്സ് നോർമലി ലോ ആണോ ഹൈ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ലോ വിക്സ് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീക്കിലി സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേഗ എന്ന പാരാമീറ്റർ നമുക്കറിയാം, ഓപ്ഷൻ പ്രീമിയത്തിൽ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഡെൽറ്റ, തീറ്റ, ഗാമ, വേഗ. അതിൽ വേഗ എന്ന പാരാമീറ്ററാണ് ഇന്ത്യ വിക്സുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് എഫക്റ്റ് ചെയ്യുക. വീക്കിലി ഓപ്ഷൻസിൽ വേഗ വളരെ കുറച്ചാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ എക്സ്പയറിക്ക് ലെങ്ത് കൂടുമ്പോൾ മന്ത്ലിയിലും ഇയറിലും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേഗ വലിയ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുക. അതായത് വീക്കിലി വേഗ ഒരു 6 or 10 ഒക്കെ ആണെങ്കിൽ മന്ത്ലിയിൽ അത് 25ഉം 30ഉം ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്തതിന് ശേഷം വിക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗയിൽ വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് ബൈ ലെഗുകളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡോട് കൂടി ഇതൊരു വീക്കിലി സ്ട്രാറ്റജി വിത്ത് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെയും കാണുക. ഫ്രണ്ട്സ്, നമ്മൾ വീക്കിലി ട്രേഡിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നിഫ്റ്റിയുടെ ഒരു വീക്കിലി റേഞ്ച് എത്രയാണ് എന്നാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ത്യ വിക്സ് കൂടിയാണ്. വിക്സ് എന്താണ്? വോളറ്റൈലിറ്റി ഇൻഡെക്സ് ആണ്. അപ്പോൾ മാർക്കറ്റ് എത്ര ശതമാനം മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ ട്രെൻഡ്, ഒരു റേഞ്ച് കണ്ടുപിടിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അത് റീസെൻറ്റ് സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് നേരെ ഇന്ത്യ വിക്സിലോട്ട് പോകാം. നമ്മൾ കലണ്ടർ സ്ട്രാറ്റജിയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിക്സ് വളരെ ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജീനെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാം, വിക്സ് ഓൾറെഡി വളരെ കുറവാണ്. ഇപ്പോൾ ഡെയിലി ചാർട്ട് ഇടാം, 15 മിനിറ്റ് ഇട്ടാൽ പോലും. ഇപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് വിക്സ് അപ്പായി നിൽക്കുന്നൊരു സമയമാണ്. എനിവേസ് എന്നാലും 10, 11 എന്നൊക്കെ പറയുന്നത് വളരെ ലോ ആയിട്ടുള്ളൊരു വിക്സ് ലെവൽ തന്നെയാണ്. ഈ ഒരു സമയത്ത് വിക്സ് എത്രയാണോ ഇതിൻ്റെ ഡബിൾ എമൗണ്ട് പ്രീമിയം ഉള്ള കോളും പുട്ടും നമ്മൾ ഓപ്ഷൻ ചെയിനിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ വിക്സ് എത്രയാണ്? വിക്സ് ഇവിടെ 11.2 ആണ്. അതപ്പോൾ അതിൻ്റെ ഡബിൾ എത്രയാണ്? 22 അല്ലെങ്കിൽ 23 ലെവലാണ് അല്ലേ. അപ്പോൾ 22 രൂപ വിലയുള്ള ഒരു കോളും ഒരു പുട്ടും നമ്മൾ വീക്കിലി സെല്ല് ചെയ്യണം. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് 2/8 ഒരു ബുധനാഴ്ച രാത്രിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ വീക്കിലി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട? ഇനിയിപ്പോൾ ഈ ആഴ്ചത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് അടുത്ത ആഴ്ചത്തെ ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മൾ നേരെ ഓപ്ഷൻ ചെയിനിലോട്ട് പോവുകയാണ്. ഓപ്ഷൻ ചെയിനിൽ ഇനിയിപ്പോൾ 3-ാം തീയതി എന്ന് പറയുമ്പോൾ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ 10-ാം തീയതിയിൽ ഓപ്ഷൻ ചെയിൻ ചെക്ക് ചെയ്യാം. ഇവിടെ 10-ാം തീയതിയിൽ ഓപ്ഷൻ ചെയിൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് എന്ത് ചെയ്യണം? 11ൻ്റെ ഇരട്ടി എത്രയാണ്? 22 രൂപ വിലയുള്ള ഒരു കോളും ഒരു പുട്ടും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഇവിടെ നോക്കുമ്പോൾ ഒരു 20 രൂപ, 22 രൂപയുള്ള ഏതാണ്? 19,900 കോൾ ഓപ്ഷനും, അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 20 രൂപയുള്ള 19,100 പുട്ട് ഓപ്ഷനുമാണ് നമുക്ക് ഏകദേശം അതിൻ്റെ ഡബിൾ വാല്യൂ, വിക്സിൻ്റെ ഡബിൾ വാല്യൂ ഉള്ള 2 ഓപ്ഷൻസ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് വീക്കിലി ഓപ്ഷൻസ് ഉപയോഗിക്കുക, ബൈ ചെയ്യാനായിട്ട് ഹെഡ്ജ് കൊടുക്കാനായിട്ട് നമ്മൾ മന്ത്ലി പോകേണ്ട നെക്സ്റ്റ് വീക്ക് 17-ാം തീയതിയിൽ 10-ാം തീയതി സെല്ല് ചെയ്തു, തൊട്ടടുത്ത വീക്കിലെ നമ്മൾ ബൈക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്.
സെയിം എമൗണ്ട് ഇതേ 20 അല്ലെങ്കിൽ 21 രൂപ വിലയുള്ള സെയിം ഇവിടെ എത്രയാണ്, ഇവിടെ 23 രൂപ അല്ലെങ്കിൽ 19 രൂപ വിലയുള്ള 18,900 നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ ഹോൾസെയിലോട്ട് നമ്മൾ പോകുമ്പോഴോ 21 രൂപയുള്ളതും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്കൊരു ബിൽഡറിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതാണല്ലോ നമുക്ക് ആദ്യം വേണ്ടത്. നമ്മൾ നേരെ സ്റ്റോക്ക് മോക്കിൻ്റെ ബിൽഡറിലോട്ട് പോവുകയാണ്. ഇവിടെ ചെന്നിട്ട് നമ്മൾ നേരെ ബിൽഡറിൽ എന്ത് ചെയ്യുക, നിഫ്റ്റിയാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്. 10-ാം തീയതി വരുന്ന 20-21 രൂപ, ഇവിടെ 19 ഉള്ളത്, 19 രൂപയുടെ 19 കഴിഞ്ഞാൽ പിന്നെ 25 അപ്പോൾ ഒരു ഇച്ചിരി കുറച്ച് അതേ റേറ്റ് കിട്ടിയില്ലെങ്കിൽ താഴെയുള്ളത് എടുക്കുക. 19 രൂപയുടെ ഒരു കോള് സെല്ല് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് 20 രൂപ അല്ലെങ്കിൽ 21 രൂപ അവൈലബിൾ ഉള്ള ഒരു പുട്ടും സെല്ല് ചെയ്തു. ഇപ്പോൾ ഒരു പ്രോപ്പർ OTയും സ്ട്രാങ്കിൾ നമ്മളിപ്പോൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 17-ാം തീയതിയിലെ നെക്സ്റ്റ് വീക്കിൻ്റെ കോളും പുട്ടും നമ്മൾ ബൈ ചെയ്യണം. എത്ര രൂപയുള്ളത്, ഇതേ റേറ്റ് ഉള്ളത് കിട്ടുമെങ്കിൽ അത് ഇപ്പോൾ 21 രൂപയുള്ള ഒരു പുട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 18 രൂപയുള്ള 22 പിന്നെ ഉള്ളത് 18, വേണമെങ്കിൽ നമുക്ക് 22 രൂപയുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. 22 രൂപയുള്ള ഒരു കോളും നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കൂ, നമ്മുടെ വിന്നിങ് റേറ്റ് എത്രയാണ്, ഏകദേശം 82 രൂപ, 82% വിൻ ചെയ്യാനുള്ള സാധ്യത ഈ ഒരു ട്രേഡിൽ കാണിക്കുന്നുണ്ട്. മാക്സ് പ്രോഫിറ്റ് 2000 ആണ്, പക്ഷേ സെൻറ്ററിൽ പ്രോഫിറ്റ് കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 54,000 രൂപ മതി. മാക്സിമം 60,000 രൂപ വെച്ചുകൊണ്ട് ഈ ഒരു ട്രേഡ് നമുക്ക് ചെയ്യാം. വീക്കിലി എങ്ങനെ പോയാലും ഒരു അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമുക്ക് വരും. സോ സെൻട്രലിൽ പോലും ഏകദേശം 2.5% പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. 0.5 ഇവിടെ പോലും നമുക്ക് എന്തുണ്ട്, സെൻറ്ററിൽ കൃത്യമായിട്ട് മാർക്കറ്റ് തീർന്നാൽ പോലും 0.5% പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. സോ ഉറപ്പായിട്ടും ഇതിൻ്റെ മുകളിലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്, ഈ നെക്സ്റ്റ് വീക്കിൻ്റെ ഈ ട്രേഡ്സ് 0 ആയി പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്തുകൊണ്ടാണ്, ഒരാഴ്ച കൂടി എക്സ്പയറി ബാക്കിയുള്ളത് കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഇത് ഒരിക്കലും എന്താവില്ല, ഇത് 0 ആയി പോവില്ല എന്നുള്ളതാണ്. സോ അവിടെ മാക്സ് ലോസ് കുറച്ച് കൂടുതലാണ്, പക്ഷേ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ സെല്ല് ചെയ്തൊരു മാർക്കറ്റ് മുകളിലോട്ട് പോയി നമുക്ക് മാക്സ് പ്രോഫിറ്റ് വരുന്ന എവിടെയാണ്, ഒന്ന് ഈ ലെവലിലും ഒന്ന് ഈ ലെവലിലുമാണ്. ഈ 2 ലെവലിലും മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഈ 2 റേഞ്ചിൽ മാർക്കറ്റ് എത്താണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ട്രേഡ് എടുത്തത്. മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ മാക്സ് പ്രോഫിറ്റ് വരുന്ന ആ ഒരു പൊസിഷനിൽ, ഇപ്പോൾ മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ എന്താണ്, പുട്ടിൽ നിന്നാണ് പ്രോഫിറ്റ് വരിക. കൃത്യം മാക്സ് പ്രോഫിറ്റ് വരുന്ന ആ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പുട്ട് ട്രേഡ്, ഇവിടെ ഉണ്ടായിരുന്ന പുട്ടിന് നമ്മൾ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്യുക. ആദ്യം ചെയ്ത പുട്ടിനെ ബുക്ക് ചെയ്തുകൊണ്ട് ആ സമയത്ത് കോളിൻ്റെ സെയിം പ്രൈസ് വരുന്ന പുതിയ പുട്ട്, കുറച്ചും ഇങ്ങോട്ട് നീങ്ങിയൊരു പുതിയ പുട്ട് വരും. ഒരു പുതിയ പുട്ടിനെ സെല്ല് ചെയ്യുക, പുതിയൊരു പുട്ടിനെ ബൈ ചെയ്യുക. അപ്പോൾ പുട്ടിൻ്റെ 2 ട്രേഡും നമ്മൾ മാർക്കറ്റ് മോളിൽ പോകണമെങ്കിൽ പുട്ടിൻ്റെ 2 ട്രേഡിനെ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് പുതിയ പുട്ടിനെ സെല്ല് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ ചെറിയൊരു മാറ്റം വരും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഗ്രാഫ് എന്തായിട്ട് മാറും, ഇങ്ങനെ ഇരുന്ന ഗ്രാഫ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ളൊരു സാധ്യതയും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, കൂടുതൽ പ്രോഫിറ്റ് കൂടി കിട്ടും. അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഇൻ കേസ് ഇപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ മുകളിലോട്ട് പോകുന്ന സെനാരിയോ ആണ് നമ്മൾ സംസാരിച്ചത്. ഇതുപോലെ തന്നെയാണ് എന്ത്, മാർക്കറ്റ് ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തോട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഏത് ഷിഫ്റ്റ് ചെയ്യും, കോൾ സൈഡ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാവും, അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഈ ഒരു ട്രേഡ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബിൽഡറിലും അതുപോലെ തന്നെ സിമുലേറ്ററിലൊക്കെ ചെയ്ത് നോക്കി ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആക്ച്വൽ മാർക്കറ്റിൽ അവതരിപ്പിക്കുക. ലോ വിക്സിലാണ് വളരെ നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. എപ്പോഴും ഫ്രൈഡേ നിങ്ങൾ എൻട്രി എടുക്കാനായിട്ട് നോക്കുക. ഫ്രൈഡേ ഒരു ഉച്ചയാകുമ്പോഴേക്കും ഉച്ചയ്ക്ക് മുമ്പൊക്കെ എൻട്രി എടുക്കുക. എക്സ്പയറി ഡേ അനുസരിച്ച് വ്യാഴാഴ്ച സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ട്രേഡ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. വ്യാഴാഴ്ച 2 മണിക്ക് ശേഷം നിങ്ങൾ ഈ ഒരു ട്രേഡ് വെക്കരുത്. കാരണം നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് മന്ത്ലി എക്സ്പയറി ഒക്കെ ആണെങ്കിൽ ഈ ഒരു 2 മണിക്ക് ശേഷം വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വരികയും നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് കുറയാനുള്ള സാധ്യതയൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രാറ്റജി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. നിങ്ങൾ സിമുലേഷൻ ടൂളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രീവിയസ് മന്തിലൊക്കെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കോൺഫിഡൻസ് വരുത്തിയതിന് ശേഷം ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട്
പോവുക. ഇപ്പോൾ വളരെ ലോ വിക്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ട്രേഡ് ചെയ്യാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.